ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കിയുള്ള ചോറ് വെച്ച് 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ബാക്കി വന്ന ചോറ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 മുട്ടയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയ ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറും മുട്ടയും കൂടി നല്ലോണം സ്മാഷ് ചെയ്തെടുക്കാം. നമുക്ക് തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ചുടുവെള്ളം ഒഴിച്ച് അതൊന്ന് വാർത്ത് ചോറ് സോഫ്റ്റ് ആക്കിക്കോളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ചോറ് നല്ലോണം സ്മാഷായി കിട്ടുക. സിലൊന്നും വെച്ച് അടിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ചോറ് ആകെ കുഴഞ്ഞു പോവും. ചോറ് കാണും വേണം, എന്നാൽ ഉടഞ്ഞിരിക്കും വേണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ നല്ലോണം മാഷ് ചെയ്തെടുത്തു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചോറും മറ്റ് കാണുന്നുണ്ട്, എന്നാലും നല്ല സോഫ്റ്റായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുഴച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർക്കാം. ബാക്കിയുണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ചോറിൽ ഉപ്പ് ഇട്ടിട്ടാൽ വാർത്തയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. 1 സവോള ചെറുതായിട്ട് മുറിച്ചത്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, കറിവേപ്പില, 1 പച്ചമുളക്, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ബാക്കിയുള്ള കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള കടലമാവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുവിട്ടാൽ 1 കപ്പ് ചോറിന് 2 മുട്ടയും 1/2 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തേക്കണത്. അത് കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണ വേണം ചേർക്കാനായിട്ട്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി വരണം. അതനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ കടലമാവിട്ട് കുഴയ്ക്കാനായിട്ട്. ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുപ്പത്ത് ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ഹീറ്റായിട്ട് മീഡിയത്തിൽ വെച്ചോളൂ ഫ്ലെയിം. നമ്മൾ 1 ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. കുറേശ്ശെ കളർ മാറുമ്പോൾ എണ്ണയിൽ നിന്ന് കോരരുത്. നമ്മൾ ചോറൊക്കെ ഇട്ട് തന്നെ നല്ല ക്രിസ്പി ആയി കിട്ടണം. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവണ വരെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചോറായ കാരണം ഒട്ടി പിടിക്കുക എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഒട്ടി പിടിക്കില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് തന്നെ ചെയ്യണം, എന്നാലേ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ 1 ട്രിപ്പ് ഇട്ടത് റെഡി ആയിട്ടാണ്. നല്ല ബ്രൗൺ കളറാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ബാക്കി വന്ന ചോറ് മാത്രമല്ല കേട്ടോ. നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ട് ചില സമയം നമ്മൾ അറിയാണ്ട് തന്നെ ചോറ് കുഴഞ്ഞൊക്കെ പോകും. ആ റൈസിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നമുക്കിത് അതേപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. സെക്കൻഡ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാ സ്നാക്കും റെഡിയാക്കി എടുത്തു കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റിൽ തന്നെ ബാക്കി വന്ന ചോറ് മാത്രമല്ല കേട്ടോ, കുഴഞ്ഞു പോയ ചോറൊക്കെ വെച്ച് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.